ഹലോ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഒരു യാത്രയുടെ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ഭംഗിയാർന്നതും മനോഹരവുമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും ഭൂമിയിലെ സ്വർഗമെന്നും നാം വിശേഷിപ്പിക്കുന്ന കാശ്മീർ തായ്വരയിലായിരുന്നു. എൻ്റെ കാശ്മീർ യാത്രയിലുടനീളം ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ തീർച്ചയായിട്ടും വേറെ വേറെ വീഡിയോകളായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കാശ്മീരിലെ രണ്ടാമത്തെ ദിവസം ഞാൻ പോയിട്ടുള്ള ശ്രീനഗറിലെ ദാൽ തടാകത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ വർണ്ണാഭമായ കാഴ്ചകളുമാണ്. അപ്പോൾ നമുക്ക് ദാലിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഏകദേശം അസ്തമയത്തോടടുക്കുന്നൊരു സമയത്തായിരുന്നു ഞങ്ങൾ ദാൽ തടാകത്തിനടുത്തെത്തിയത്. ഈ ദാൽ തടാകം എന്ന് പറയുന്നത് ശ്രീനഗർ പട്ടണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാശ്മീരിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ തടാകമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ശുദ്ധജല തടാകവും കൂടിയാണ്. ഇതിനെല്ലാം പുറമെ ഇതിനൊരുപാട് സവിശേഷതകളുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു ഷിക്കാര റൈഡ് ഇല്ലാത്തൊരു കാശ്മീർ ടൂറിസത്തെ പറ്റി നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ഈ ഒരു ഷിക്കാര റൈഡ്, ദാൽ തടാകത്തിലെ ഷിക്കാര റൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സഞ്ചാരികൾക്കുള്ള ഒരു റൈഡ് മാത്രമല്ല, ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും ഇപ്പോൾ ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ കരയിലേക്ക് എത്തിക്കാനും അവിടെ ഈ ഒരു ദാൽ തടാകത്തിൽ ചില സീസണിൽ താമരയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്, മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ കരയിലേക്ക് കൊണ്ടുപോകാനും മറ്റൊക്കെ ആയിട്ട് ഈ ഒരു ഷിക്കാരകൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഷിക്കാര എന്ന് പറഞ്ഞാൽ മരത്തടികൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രത്യേകതരം വഞ്ചിയാണ്. അത് ഒരു 4-5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും മുതൽ ചെറിയ 1-2 പേർക്ക് പോകാൻ പറ്റുന്ന പലവിധ തരം നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഷിക്കാരകളൊക്കെ ഇവിടെ വളരെയധികം ഭംഗിയായി അലങ്കരിച്ചിട്ട് ഇവിടെ നമ്മളെപ്പോലെയുള്ള സഞ്ചാരികളുടെ വരവും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഷിക്കാര എടുക്കണമെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ വലിയ റേറ്റൊക്കെയാണ് നമ്മളുടെ അടുത്ത് പറയുക. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് കാശ്മീരിലൊക്കെ നമ്മൾ ഒരു മിതമായ നിരക്കിൽ നമുക്ക് എന്തും കിട്ടാനെങ്കിൽ നമ്മളൊരുപാട് തന്നെ ബാർഗെയിൻ ചെയ്യേണ്ടി വരും. അപ്പം എനിക്ക് മിതമായിട്ട് തോന്നിയ ഒരു റേറ്റിലുള്ള ഒരു ഇഷ്ടപ്പെട്ടൊരു ഷിക്കാര ഞാൻ ചൂസ് ചെയ്തു. അപ്പം ഞങ്ങളൊരു 1 അവറിൻ്റെ ഒരു ഷിക്കാര റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു മനോഹരമായ തണുത്ത സായാഹ്നത്തിൽ ദാൽ തടാകത്തിലൂടെയുള്ള ഈ ഒരു ഷിക്കാരയിലുള്ള റൈഡ് അത്രയും മനോഹരമായ കാഴ്ചയായിരുന്നു എനിക്ക് സമ്മാനിച്ചത്. ശരിക്കും ഇത് തന്നെയാണ് ഭൂമിയിലെ സ്വർഗമെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയും എനിക്കിവിടെ നിങ്ങളെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അതൊന്ന് അനുഭവിക്കുക തന്നെ വേണം ശരിക്കും. അപ്പം നിങ്ങൾക്കതിൽ കാണാൻ പറ്റും ദൂരെ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ കാശ്മീരിലെ പർവ്വതങ്ങളുടെ കാഴ്ചകളും. കൂടാതെ ദാൽ തടാകം ഒരുപാട് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ്. ഇപ്പം നമ്മളെപ്പോലെയുള്ള സഞ്ചാരികളെ ഷിക്കാര റൈഡ് മാത്രമല്ല, അപ്പോൾ നമ്മളിങ്ങനെ ഷിക്കാരയിലൂടെ പോകുമ്പോൾ നമുക്ക് എല്ലാ കാശ്മീരി പ്രോഡക്ട്സും മുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഡ്രസ്സ് ഐറ്റംസ്, എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ദാലിൽ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്തരം ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കൂടാതെ ഒരുപാട് പേരുടെ വീടുകൾ, ഇപ്പോൾ ദൂരെ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു വീടുകളൊക്കെ കാണുന്നുണ്ടാവും. വീടുകൾ, പിന്നെ ഷോപ്പ്, മാർക്കറ്റുകൾ, പിന്നെ അതുകൂടാതെ ഷിക്കാരയിൽ ഇങ്ങനെ തൊഴിഞ്ഞു കൊണ്ടുപോകുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ചായ, കോഫി, പിന്നെ ഇത്തരം ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ്, കാശ്മീരി പ്രൊഡക്ട്സുകൾ, ഇതൊക്കെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ഇതൊക്കെ ടൂറിസ്റ്റുകളെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ദാലിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഹൗസ് ബോട്ടുകളും ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാശ്മീരി യാത്രയുടെ ഒരു ദിവസം ഹൗസ് ബോട്ടിലുള്ള താമസമാക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ദേവദാരു തടികൾ കൊണ്ട് പണിതിട്ടുള്ള ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ
അങ്ങനെ ഒരുപാട് പേരുടെ വീടുകൾ ഈ തടാകത്തിൽ തന്നെ ഫിക്സ് ചെയ്ത് വ്യത്യസ്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളുണ്ട്. പിന്നെ മത്സ്യബന്ധനം കൂടാതെ ചില സീസണിൽ താമര കൃഷിയൊക്കെ ഈ ഒരു ദാലിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സീസണിൽ അതില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഒരുപാട് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ദാൽ. അപ്പം ഈ ഒരു ദാലിലൂടെയുള്ള ഈ ഒരു മനോഹരമായ സായാഹ്നത്തിലെ യാത്ര നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.